Hi, hello, welcome back to another topic. So, we are moving to the topic epistasis, that is inhibitory gene action. Epistasis, inhibitory gene action. Epistasis is a Greek word meaning standing over. It was first used in 1909 by Bateson to describe the masking effect. So, he used this word to describe the masking effect. So, moving to the what is called as epistasis. എന്താണ് epistasis? It is a phenomenon in which a gene suppresses phenotypic expression on non-allelic gene, which means that ഒരു ജീൻ നോൺ അലീലിക് ജീനിൻ്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ സപ്രസ് ചെയ്യുന്നതിനെയാണ് ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദ ജീൻ സപ്രസിങ് ദ എക്സ്പ്രഷൻ, ഏത് ജീനാണോ ആ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യും ആ ജീനിനെയാണ് നമ്മൾ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. ജീൻ ഹോസ് സപ്രഷൻ ഗെറ്റ് സപ്രസ്ഡ്, ഏത് ജീനാണോ സപ്രസ്ഡ് ആകുന്നത് അതിന് നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നു. അപ്പോൾ എപ്പിസ്റ്റാറ്റിക് ജീനും ഉണ്ട്, ഹൈപ്പോസ്റ്റാറ്റിക് ജീനും ഉണ്ട്. എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത് ജീൻ സപ്രസിങ് ദ എക്സ്പ്രഷൻ, ഏത് ജീനാണോ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുന്ന ആ ജീനെയാണ് നമ്മൾ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. ജീൻ ഹോസ് സപ്രഷൻ ഗെറ്റിംഗ് എക്സ്പ്രഷൻ ഗെറ്റിംഗ് സപ്രസ്ഡ്, ഏത് ജീനിൽ നിന്നാണോ അത് സപ്രസ്ഡ് ആയി മാറുന്നത്, ഏത് ജീനിലാണോ സപ്രഷൻ ഉണ്ടാകുന്നത് ആ ജീൻ നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻസ് എന്ന് പറയുന്നു. സോ മൂവിങ് ടു ദി എക്സാമ്പിൾ, ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ്. There are three possible colors: green, yellow and white. Note of these three colors, yellow and green are allelic gene and white is from different alleles. It is a non-allelic gene. So, ഇതിനകത്ത് മൂന്ന് കളേഴ്സ് ഉണ്ട്, യെല്ലോ, ഗ്രീൻ ആൻഡ് വൈറ്റ്. അതിൽ യെല്ലോ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് അലലിക് ജീൻ ആണ്. നേരെ മറിച്ച് വൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് അലീലാണ്, വിച്ച് ഇസ് നോൺ അലീലിക് ജീൻ. നൗ ഔട്ട് ഓഫ് യെല്ലോ ആൻഡ് ഗ്രീൻ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് യെല്ലോ ഈസ് ഡോമിനൻറ്റ് ഓവർ ഗ്രീൻ. സോ ഇതിനകത്ത് യെല്ലോ ആണ് ഡോമിനൻറ്റ്, ആരെ അപേക്ഷിച്ച് ഗ്രീനെ. അതായത് ഗ്രീനും യെല്ലോവും വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഡോമിനൻ്റ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. Whenever the white is present, it suppress or mask the phenotypic expression of yellow and green. പക്ഷേ വൈറ്റ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് സപ്രസ്ഡ്. വൈറ്റ് എന്ന് പറയുന്നത് ഉണ്ടതിൽ, പക്ഷേ യെല്ലോ ആൻഡ് ഗ്രീനിൻ്റെ എക്സ്പ്രഷൻ കാരണം, യെല്ലോ ആൻഡ് ഗ്രീനിൻ്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ കാരണം അത് വൈറ്റിൻ്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ മാസ്ക് അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിരിക്കുകയാണ്. സോ നമുക്ക് എന്താണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്? ഇതാണ് നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുന്നത് എപ്പിസ്റ്റാസിസിന്. അപ്പോൾ മൂന്ന് കളേഴ്സ് ഉണ്ട്, യെല്ലോ, ഗ്രീൻ, വൈറ്റ് ഉണ്ട്. പക്ഷേ അതിൽ യെല്ലോ ആൻഡ് ഗ്രീൻ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, ബിക്കോസ് യെല്ലോ ഈസ് എ ഡോമിനൻറ്റ് ഓവർ ദി ഗ്രീൻ ആൻഡ് the white is present but it is suppressed or masked. The expression, the phenotypic expression, not the word phenotypic, the phenotypic expression of the yellow and green. So it is masked by these two colors. The white is masked, the expression of the white color is masked or suppressed by this phenotypic expression of yellow and green. ഇപ്പോൾ വൈറ്റ് അലീൽ ഫ്രൂട്ട് കളറിൽ ഉണ്ടെങ്കിൽ അവിടെ ഡോമിനൻ്റ് എന്ന് എപ്പോഴും ആരായിരിക്കും? യെല്ലോ കളേഴ്സ് ആയിരിക്കും. ഇഫ് വൈറ്റ് കളർ ഈസ് പ്രസൻറ്റ് ദ ഫ്രൂട്ട് കളർ വിൽ ബി വൈറ്റ്, ഡസൻറ്റ് മാറ്റർ, ഇറ്റ് വാസ് ഡോമിനൻറ്റ് യെല്ലോ. സോ ഹിയർ വൈറ്റ് ഇസ് എ എപ്പിസ്റ്റാറ്റിക് ജീൻ, ഒരു എപ്പിസ്റ്റാറ്റിക് ജീൻസ് ആണ് വൈറ്റ്. യെല്ലോ ആൻഡ് ഗ്രീൻസ് ആർ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻസ്. യെല്ലോവും വൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻസ് ആണ്.
There are two types of epistasis. നമുക്കിവിടെ രണ്ട് തരം എപ്പിസ്റ്റാസിസ് ആണുള്ളത്. ഒന്ന് ഡോമിനൻറ്റ് എപ്പിസ്റ്റാസിസ് ആൻഡ് റിസസീവ് എപ്പിസ്റ്റാസിസ്. റിസസീവ് ഉണ്ട്, ഡോമിനൻ്റ് ഉണ്ട്. റിസസീവിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ പറയുന്നു, സപ്ലിമെൻ്ററി ജീൻസ് എന്ന് പറയുന്നു. സോ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എപ്പിസ്റ്റാസിസ് in which dominant allele of one gene can cause a masking effect on the expression of alleles at another locus. അതായത് ഇതിനകത്ത് പറയുന്നത് എന്തുവാണ്, ഡോമിനൻ്റ് അലീൽ ഒരു ജീനിൽ, ഏതെങ്കിലും ഒരു ജീനിൽ ഡോമിനൻ്റ് അലീൽസ് ഉണ്ടെങ്കിൽ അത് മറ്റു ലോക്കസിൽ മറ്റ് അലീൽസിൻ്റെ എക്സ്പ്രഷൻ എന്തു ചെയ്യും, മാസ്ക് ചെയ്യും. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആൻ എപ്പിസ്റ്റാസിസ് ഇൻ വിച്ച് ദ ഡോമിനൻ്റ് അലീൽസ് ഓഫ് വൺ ജീൻ can cause a masking effect on the expression of alleles at the another locus. മറ്റു ലോക്കസിലുള്ള അലീൽസിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യാനോ ഇൻഹിബിറ്റ് ചെയ്യാനോ ഈ പറയുന്ന ഡോമിനൻ്റ് അലീൽസിന് കഴിയും. അതിനെയാണ് നമ്മൾ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. റിസസീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹോമോസൈഗസ് സ്റ്റേറ്റ് ആയിരിക്കും. അതായത് when the recessive alleles of one gene is homozygous, recessive alleles ഏതെങ്കിലും ഒരു ജീനിലെ റിസസീവ് അലീൽ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണെങ്കിൽ, ഹോമോസൈഗസ് സ്റ്റേറ്റ് ആണെങ്കിൽ, മാസ്ക് ദ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ ഓഫ് ഡോമിനൻ്റ് അലീൽസ്, ഡോമിനൻ്റ് അലീൽസിലെ ഫിനോടൈപ്പിക് എക്സ്പ്രഷനെ അത് മാസ്ക് ചെയ്യും. മറ്റേതെങ്കിലും ലോക്കസിലായിക്കോട്ടെ, റിസസീവ് അലീൽ എന്ന് പറയുന്നത് ഹോമോസൈഗസ് സ്റ്റേറ്റിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കസിൽ ഏതെങ്കിലും ഒരു ജീനിൻ്റെ എന്ത് ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ, ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ അവിടെ മാസ്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും റിസസീവ് എപ്പിസ്റ്റാസിസും. അപ്പോൾ നമുക്കിവിടെ പറയാൻ പോകുന്നത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആണ്. എപ്പിസ്റ്റാസിസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഡോമിനൻ്റ് അലീൽസ് അറ്റ് ദ ജീൻ പെയർ. ജീൻ പെയറിൽ അവിടെ ഡോമിനൻ്റ് അലീൽ പ്രസൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു എപ്പിസ്റ്റാസിസ് ഉണ്ടാകും. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ എഫക്റ്റിനെ ഹൈഡ് ചെയ്യും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫെദർ കളറിംഗ് ഫോൾസ്. ഫോൾസിലെ ഫെദർ കളറാണ് പറയാൻ പോകുന്നത്. ദ കളറിംഗ് പാറ്റേൺ ഓഫ് ദ പ്ലിമേജ് ഓഫ് ഡൊമസ്റ്റിക് ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൊമിനൻറ്റ് എപ്പിസ്റ്റാസിസ്. അതാണ് ഇവിടെ ഡോമിനൻ്റ് കളർ പാറ്റേൺസ് തന്നെയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നൗ ലുക്ക് അറ്റ് ദ ക്രോസ് ഓഫ് ദി വൈറ്റ് ലാഗ്ഹോൺ ആൻഡ് വൈറ്റ് വാൻഡോട്ട്. വാൻഡോട്ടിൻ്റെ ലാഗ്ഹോണിൻ്റെ ഒരു ക്രോസിങ് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് നമ്മൾ പാരൻ്റായിട്ട് നമ്മൾ വൈറ്റ് ലാഗ്ഹോൺ എടുക്കുന്നു, പിന്നെ വൈറ്റ് വാൻഡോട്ട് എടുക്കുന്നു, നമ്മൾ ക്രോസ് ചെയ്യുന്നു, നമുക്കുണ്ടാകുന്നത് വൈറ്റ് ലാഗ്ഹോൺ. സോ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ F1 ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ വൈറ്റ് ലാഗ്ഹോൺ, അതായത് ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ. സോ ഇറ്റ് മേ ബി എ വൈറ്റ് ലാഗ്ഹോൺ. നമ്മളൊരു ചാർട്ട് വരയ്ക്കുന്നു, ക്രോസ് ചെയ്യുന്നു, F1 ക്യാരക്ടേഴ്സിനെ ക്രോസ് ചെയ്യുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന F2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഈസ് ടു കളർ. എത്ര വൈറ്റ് ഉണ്ട്, എത്ര കളേർഡ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വൈറ്റ് എന്ന് പറയുന്നത് 13 13 ആൻഡ് കളേർഡ് വി ഹാവ് 3. സോ ഇതിൽ നിന്നാണ് നമുക്ക് ഒരു റേഷ്യോസ് കിട്ടുന്നത്. വൈറ്റ് ഈസ് ടു കളേർഡ് ഈസ് 13 ഈസ് ടു 3. F2 generation, that is white is to color, that is 13 is to 3. Here the epistatic gene I function as a domain weight. So dominant weight ആണ് epistatic gene അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. Hence the pattern of inheritance is refers to as dominant epistasis. അപ്പോൾ അവിടെ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേൺ ഇൻഹെറിറ്റൻസിന് നമ്മൾ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നു. Thus the F2 progeny, the phenotypic ratio is 13:3 colored. അപ്പോൾ അവിടുത്തെ F2 ജനറേഷനിൽ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് വൈറ്റ് ഈസ് ടു കളേർഡ്, ദാറ്റ് ഈസ് 13:3 ആണ്. ദിസ് ഇസ് ദ slight modification of the Mendelian dihybrid ratio, that is 9:3:3:1. Mendelian dihybrid ratio എന്ന് പറയുന്നത് 9:3:3:1 എന്ന റേഷ്യോയിലാണ്. In which the three phenotypic classes, which means 9:3:1 have combined in the single group. ഒരു സിംഗിൾ ഗ്രൂപ്പിലാണ് ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. So they have a slight modification with this dominant epistasis with the Mendelian dihybrid ratio. So
Coming to the next topic, difference between dominance and epistasis. Dominance, it involves intra-allelic gene interactions, whereas in the epistasis it is inter-allelic gene interaction. So next one is one allele hides the effect of other alleles at the same gene pair. ഒരു സെയിം ആയിട്ടുള്ള ജീൻ പെയറിൽ ഒരു അലീലിക്ക് മറ്റൊരു അലീൽ ഒരു സെയിം ജീൻ പെയർ എടുക്കുകയാണെങ്കിൽ ആ ജീനിൽ ഒരു അലീലിക്കായിരിക്കും മറ്റേ അലീലിക്കിൻ്റെ എഫക്റ്റിനെ ഹൈഡ് ചെയ്യുന്നത്. അത് ഡോമിനൻസിൻ്റെ കേസിൽ. നേരെ മറിച്ച് എപ്പിസ്റ്റാസിസിൻ്റെ കേസിലാവുമ്പോൾ വൺ ജീൻ ഹൈഡ് ദ എഫക്റ്റ് ഓഫ് അതർ ജീൻ അറ്റ് ഡിഫറെൻറ്റ് ജീൻ ലോക്കൈ. നേരെ മറിച്ച് എപ്പിസ്റ്റാസിസിലാകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ഡിഫറെൻറ്റ് ജീൻ ലോക്കൈൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീൻ ലോക്കൈൽ ഒരു ജീൻ മറ്റേതെങ്കിലും ലൊക്കേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും ജീൻ ലോക്കസിലുള്ള ജീൻ്റെ എഫക്റ്റിനെ ആയിരിക്കും ഹൈഡ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ്വീൻ ഡോമിനൻസ് ആൻഡ് ദി എപ്പിസ്റ്റാസിസ്. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റിസസീവ് എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ജീൻസ്. It is caused, that means epistasis is caused by the presence of homozygous recessive alleles at one gene pair. അതായത് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തത്? പ്രസൻസ് ഓഫ് ഏതെങ്കിലും ഒരു ജീനിൽ, ഏതെങ്കിലും ഒരു പെയർ ഓഫ് ജീനിൽ ഹോമോസൈഗസ് റിസസീവ് അലീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറത്തുള്ളൂ, അതൊരു എപ്പിസ്റ്റാസിസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ, സ്മോൾ എ ഹൈഡ്സ് ദ എഫക്റ്റ് ഓഫ് ബി. അതായത് സ്മോൾ എ എന്ത് ചെയ്തു? ബിയുടെ എഫക്റ്റിനെ സ്മോൾ എ അവിടെ ഹൈഡ് ചെയ്തു. എക്സാമ്പിൾ നോക്കിക്കോണു. എന്താണ് നോക്കുന്നത്? നമ്മൾ മൈസിൻ്റെ കോഡ് കളർ. ദർ ആർ മെയിൻലി 3 കോഡ് കളേഴ്സ് ഇൻ ദി മൈസ്: അഗോട്ടി, ആൽബിനോ, ബ്ലാക്ക്. ഇങ്ങനെയാണ് 3 കളേഴ്സ് ഉള്ളത്. അഗോട്ടി എന്ന് പറയുന്നത് വൈറ്റ് വെറൈറ്റി വിത്ത് ഗ്രേ കളർ, ഒരു ഗ്രേ കളറുമായിട്ടാണ് അഗോട്ടിയിൽ. നേരെ മറിച്ച് ആൽബിനോ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് വെറൈറ്റീസ് ഓഫ് ദി അഗോട്ടി. അഗോട്ടിയിലെ വെറൈറ്റീസ് ആണ് ഈ പറഞ്ഞ ആൽബിനോസും ബ്ലാക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആൽബിനോ ഇസ് വൈറ്റ് കളേർഡ് ആൻഡ് റിസസീവ് ടു ബോത്ത് അഗോട്ടി ആൻഡ് ബ്ലാക്ക്. അപ്പം ആൽബിനോ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറും ആണ്, അത് റിസസീവും ആണ് അഗോട്ടിക്കും ബ്ലാക്കിനും. Black varieties are recessive to agouti and dominant over albino. അഗോട്ടിക്ക് ബ്ലാക്ക് വെറൈറ്റീസ് എന്ന് പറയുന്നത് റിസസീവ് ആണ്, പക്ഷെ ഡോമിനൻ്റ് ആണ് ആർക്ക്? ആൽബിനോയ്ക്ക്. നൗ വെൻ ക്രോസിംഗ് ബ്ലാക്ക് വിത്ത് ആൽബിനോ ഓഫ് സ്ട്രിങ്സ് ഇൻ F1 ജനറേഷൻസ് എന്തുമായിരിക്കും നമുക്ക് കിട്ടുന്നത്? വിത്ത് അഗോട്ടി ഓൺലി. സോ പാരൻറ്റ് നമ്മൾ ബ്ലാക്കും ആൽബിനോയും വെച്ച് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് F1 ജനറേഷൻ എന്ന് പറയുന്നത് എന്താക്കത്തേ ഉള്ളൂ? ജനറേഷൻ F1 ജനറേഷൻ എന്ന് പറയുന്നത് ഓൺലി അഗോട്ടി മാത്രമേ ആകത്തുള്ളൂ. ഇതാണ് ഇതിൽ നിന്ന് പറയാനുള്ള കോഡ് കളർ ഇൻ ദി മൈസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് F1 ജനറേഷൻ അഗോട്ടിയാണ്, ഇൻബ്രീഡ് ചെയ്യുമ്പോൾ F2 ജനറേഷൻ നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് അഗോട്ടി 9 അഗോട്ടീസ് ഉണ്ട്, 3 ബ്ലാക്സ് ആൻഡ് 4 ആൽബിനോസ്. നമുക്ക് ക്രോസ് F2 ജനറേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഹിയർ ക്യാപിറ്റൽ ലെറ്റർ C ഈസ് എ ബേസിക് കളറിംഗ് ജീൻ. ഇഫ് ജീൻ അലോങ് പ്രസൻറ്റ് ദ കളർ വിൽ ബി ബ്ലാക്ക്. അതിനകത്ത് C എന്ന് പറയുന്നത് കളറിംഗ് ജീനാണ്. ആ ജീൻ മാത്രമാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നെങ്കിൽ അതാണ് ഡോമിനേറ്റ് എങ്കിൽ അവിടെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഇഫ് ജീൻ C പ്രസൻറ്റ് അലോങ് വിത്ത് ജീൻ A, അതായത് ഇവിടെ 2 ഡോമിനൻസ് കാണും, അതായത് ജിയും ഡോമിനൻ്റ് ആണ്, G ക്യാപിറ്റൽ ലെറ്റർ ജിയും A ക്യാപിറ്റൽ ലെറ്ററും ആണെങ്കിൽ ആ കളർ എന്ന് പറയുന്നത് ഗ്രേ ആയിരിക്കും. വിച്ച് മീൻസ് C എപ്പിസ്റ്റാറ്റിക് ഫോർ A ജീൻ A. C എന്ന് പറയുന്നത് എപ്പിസ്റ്റാറ്റിക്സ് ടു ജീൻ A ആയിരിക്കും. And there is another conditions in the presence of homozygous recessive alleles at the color gene small letter c.
is sufficient to hide the color effect of the other gene, that is capital letter A, capital letter A, capital letter A or small letter A, small letter A. സോ ഇതിനകത്ത് റിസസീവ് അലീൽസ് വരുന്നുണ്ട്. ആ കണ്ടീഷനും വരുമ്പോൾ ആ കണ്ടീഷൻ ആ അലീൽസ് മറ്റ് ജീൻസിനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ജീൻസാണ് ഈ പറഞ്ഞ 3 സോ ഹിയർ ദ ഇൻഡിവിജ്വൽസ് വിൽ ബി ദി ആൽബിനോസ് സിൻസ് there are not kept synthesizing any pigment. സോ അത് ആൽബിനോസ് ആണ്. അപ്പോൾ അവർക്ക് ആൽബിനോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കളർ പിഗ്മെൻറ്റ്സ് കിട്ടത്തില്ല. അവർക്ക് ആ ഒരു സിന്തസൈസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. സോ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ആൽബിനോസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. That is, here the homozygous recessive allele inhibits or masks the effect of other gene. That's why it is called as recessive epistasis or supplementary gene action. So അതിനെയാണ് നമ്മൾ, അതായത് ഹോമോസൈഗസ് റിസസീവ് അലീൽസ് ആണ്. ഓർക്കുക, ഇവിടെ ഹോമോസൈഗസ് റിസസീവ് അലീൽസ് ആണ് ബാക്കിയുള്ള ജീൻസിൻ്റെ ഇഫക്ട്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ മാസ്ക് ചെയ്യുകയോ ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് റിസസീവ് എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്ന് പറയുന്നത്. ദസ് ദ F2 ജനറേഷൻ അല്ലെങ്കിൽ F2 പ്രോജനി എക്സിബിറ്റ് 3 ഡിഫറെൻറ്റ് ഫീനോടൈപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു F2 ജനറേഷൻ അല്ലെങ്കിൽ F2 പ്രോജനി നമുക്ക് 3 ഡിഫറെൻറ്റ് ഫീനോടൈപ്സ് ആണ് കിട്ടിയത്. 9 agouti, 3 blacks and 4 albinos. This is simple modifications of Mendelian dihybrid ratio. ഇതും ഒരു Mendelian dihybrid മോഡിഫിക്കേഷൻ, ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഉണ്ട്. In which the last 2 phenotype classes are combined, that is 3 and 1. 3ഉം 1ഉം കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9:3:4. സോ നമ്മൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ബൈ.